സംസ്ഥാനത്ത് മൂന്നാം തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു LDF കൺവീനറായ TP രാമകൃഷ്ണൻ. പിണറായി വിജയൻ നയിക്കുന്നത് തുടരാൻ പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ CPIM ഡീൽ ഉണ്ടാക്കിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് കള്ളപ്രചാരണമാണ്. വിജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം പറയാനില്ലെന്നും നേരത്തെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും TP രാമകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സരീഷ് PK തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. പേരാമ്പ്ര മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയും LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. ഈ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ തന്നെ പുറത്തിറക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ നാമനിർദ്ദേശ പത്രികയെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു. എത്രത്തോളം പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങൾക്കൊപ്പം ഉള്ളത് LDF? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിൽ തുടരുകയാണ്. കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഈ 10 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ തുടരും. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലും വിജയം ആവർത്തിക്കും. അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും അവസാന സമയത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടി വരികയും പത്രിക നൽകേണ്ടി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വിജയത്തിന് ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. അതായത് വിജയത്തെ ബാധിക്കാനാണ്. അവസാനം സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതല്ല പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ എടുക്കുന്ന നിലപാടാണ് പ്രശ്നം. അതാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മറ്റു മുന്നണിയിൽ നിന്നും വേർതിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് പ്രചരിപ്പിക്കുന്ന എന്തെല്ലാം കളവുകളാണ്. അവരുടെ മുമ്പിൽ വിജയം മാത്രമാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ തകർച്ച. ഈ ഗവൺമെൻറ് പൊളിയണം, അധികാരത്തിൽ വരണം. എന്തിനധികാരത്തിൽ? പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഇപ്പോൾ ഒരു ഡീൽ വിവാദവുമായി രംഗത്ത് വരുന്നത്. അടിസ്ഥാനരഹിതമായ വിവാദങ്ങളാണിത്, വാദഗതികളാണ്. എങ്ങനെ CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും RSS BJP-യുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ കഴിയും? ഞങ്ങൾ എത്രയോ സഖാക്കളുടെ ജീവൻ ബലി കൊടുത്തിട്ടുണ്ട് ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, ഏറ്റുമുട്ടലിൽ. ഇവിടെ ഈ മണ്ഡലത്തിൽ മേപ്പയ്യൂരിൽ ഇബ്രാഹിം RSR കുത്തിക്കൊന്നതാണ്. അഹമ്മദ് മാഷ് പയ്യോളി കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട ആളാണ്. കേച്ചോയി അവരെ അടിച്ചു കൊന്നതാണ്. UK കുഞ്ഞിരാമൻ തലശ്ശേരിയിൽ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് കൊല ചെയ്യപ്പെട്ടത്. അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് എങ്ങനെ RSS-ഉമായിട്ട് ഡീൽ ഉണ്ടാക്കാൻ കഴിയും? 110 സീറ്റ് നേടും എന്നുള്ളതാണ്. അതിൽ കൂടുതലേക്ക് പോകാനുള്ള സീറ്റിൻ്റെ എണ്ണമൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരും. പിണറായി തന്നെ ഭരിക്കും എന്നുള്ളതാണ്. അല്ല, പിണറായി തന്നെ വരാനാണ് സാധ്യത. പിണറായിയാണ് ഇപ്പം ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ മുൻകൂട്ടി തീരുമാനിക്കുക എന്നുള്ള നിലപാടില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് PB അംഗമായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രചാരവേലകൾക്കും നേതൃത്വം നൽകുന്നത്. ആ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് വന്നത്. ശക്തമായ നേതൃത്വമാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിന് നൽകുന്നത്. തീർച്ചയായും വലിയ വിജയം ഉണ്ടാക്കും എന്ന് തന്നെയാണ് TP രാമകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെയും മണ്ഡലങ്ങളിലെ വികസനങ്ങൾ പോലും കൃത്യമായി ചർച്ചയാകും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്.